പ്രിയ പ്രേക്ഷകരെ, ഗുഡ്നസ് ടി വിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. ഇന്ന് നമ്മൾ വളരെ വിശിഷ്ടവും ശ്രദ്ധേയവും ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ അത്ഭുതകരവുമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു അനുഗ്രഹീത വൈദികൻ, തലശ്ശേരി അതിരൂപതയിലെ ജോർജ് കളരിമുറി അച്ഛൻ, നമ്മളൊക്കെ ഒത്തിരി സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയേഷച്ചൻ. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നസ് ടി വിക്ക് വേണ്ടി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയേഷച്ച, ഒത്തിരി സന്തോഷമുണ്ട് ഗുഡ്നസ് ടി വിക്ക് വേണ്ടി അച്ഛനെ പരിചയപ്പെടുത്തുന്നത്. അച്ഛനെ ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോർജ്, വീട്ടുപേര് സാർ പറഞ്ഞു നിങ്ങളോട്. എൻ്റെ സ്ഥലം കന്നിവയ എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അച്ഛൻ എങ്ങനെയാണ് ഈ ആദം മിനിസ്ട്രി എന്ന് പറയുന്ന ആ മിനിസ്ട്രിയിലേക്ക് കടന്നു ചെല്ലുവാനും ഈ സംസാരിക്കാൻ കഴിവില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുണ്ടായ പ്രേരണ ഒന്ന് പറയാം? ഞാൻ എൻ്റെ വീട്ടിൽ അമ്മച്ചിയുടെ അങ്കിൾ, പേര് ജോസഫ് എന്നാണ്. ജോസഫ് അങ്കിള് ഡഫായിട്ട് എത്തിയ. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കൂടുതൽ സമയം എൻ്റെ അമ്മയുടെ ഭവനത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ മുതൽ എൻ്റെ അങ്കിളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, സൈൻ ലാംഗ്വേജ് എന്നാൽ നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ഒരു ആംഗ്യ ഭാഷയിലൂടെയൊക്കെ സംസാരിച്ചു വന്നു. വളർന്നു വന്നപ്പോൾ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരിയിൽ അച്ഛനാകാനായിട്ട് ഞാൻ ചേർന്നു. എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ 1 ഇയർ പ്രാക്ടിക്സിങ് ടൈം, റീജൻസി ടൈമിൽ നമ്മൾ 2 സ്ഥലങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഒരു ഓർഫനേജ്, കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു സ്ഥലത്തുമാണ് എൻ്റെ സോഷ്യൽ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഞാൻ പഠനത്തിന് വേണ്ടി വീണ്ടും നമ്മൾ തിയോളജി പഠിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ചിന്ത, പുതിയ വ്ലോഗൊക്കെ ഇട്ട് പുതിയ ഒരു ഡിസിഷനോട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഇൻസ്പിറേഷനാണ് നമ്മൾ അച്ഛൻ ആയതിനു ശേഷം ഒരു സ്പെഷ്യൽ സർവീസ് എന്തായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ അങ്കിളിൻ്റെ ലൈഫുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനായിട്ട് ഒരു സൈൻ ലാംഗ്വേജ്, അവരുടെ മാതൃഭാഷയാണ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്ക് മലയാളം എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഡഫായിട്ടുള്ള ഒരാൾക്ക് അവരുടെ മാതൃഭാഷ എന്നുള്ളത് സൈൻ ലാംഗ്വേജ് ആണ്. ഇത് പഠിക്കണമെന്നുള്ള ഒരു തീരുമാനം ഞാൻ അന്ന് 2000 ഞാൻ തീരുമാനമെടുത്തു. അതിനുശേഷം ഞാൻ 2003 ഞാൻ അച്ഛനായിട്ട് പിന്നെ ദൈവം എന്നെ മാറ്റുന്നത്. അപ്പം ആ സമയം മുതൽ 10 വർഷത്തോളം ഞാൻ നോർമലായിട്ടുള്ള ആളുകൾക്കായിട്ട് ശുശ്രൂഷ ചെയ്തു. 2013 ഡിസംബർ സമയത്ത് ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം വീണ്ടും ഒരു ചോദ്യം, നീ എന്തുകൊണ്ട് ഡഫ് സർവീസിലേക്ക് നീ പോകുന്നില്ല എന്നൊരു ചോദ്യം ദൈവം എന്നോട് ചോദിക്കുന്ന എനിക്കൊരു ഫീലിംഗ് അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ വലിയമറ്റം പിതാവിനെ കണ്ട് എൻ്റെ മനസ്സിലെ ചിന്തകൾ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, നമുക്ക് യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്റർപ്രറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ എന്നാണ് അത് ഈ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേര്. അപ്പോൾ പോയി പഠിക്കാനായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു വന്നപ്പോൾ എൻ്റെ ആൻറ്റി SH സിസ്റ്റർ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പോൾ ആൻറ്റിയുടെ കണക്ഷനിൽ ഓഡിയോളജി
ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ പേര് ഡോക്ടർ മാർട്ടി എന്ന സാറിന്റെ ഒരു കണക്ഷൻ തന്നു. ആ രീതിയിലാണ് ഞാൻ ബോംബെയിൽ എത്തിച്ചേരുക. അപ്പോൾ ദൈവത്തിന് നല്ല പ്ലാനും തീരുമാനങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് ആ സെയിം സമയത്ത് തലശ്ശേരി ഇവിടുന്ന് രൂപതയിൽ നിന്ന് ഫാദർ സന്തോഷ് അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ ഒരു വർഷം മുഴുവനും താമസിച്ച് എൻ്റെ പഠനങ്ങൾക്കായിട്ട് AYJNIHS അലിയാവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെയാണ് ഡഫിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഒപ്പം ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ പ്രോഗ്രാം അതിൽ ഞാൻ ജോയിൻ ചെയ്ത് ഞാൻ 2 വർഷം സമയമെടുത്ത് ഈ കോഴ്സ് ഞാൻ പഠിച്ച് അവിടെ തന്നെ ബോംബെയിൽ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ഡഫ് കമ്മ്യൂണിറ്റി ഫോം ചെയ്ത സ്ഥലം ബോംബെയാണ്. അപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡഫ് സ്കൂളുകളുള്ള സ്ഥലവും ബോംബെയാണ്. അപ്പൊ അവിടെ ഇപ്പോൾ അത് ഈ 52 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ്. അവിടെയാണ് ഞാൻ എൻ്റെ ഡഫ് സർവീസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അച്ഛാ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. വൈദികര് നമ്മുടെ കേരളത്തില് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? വേറെ ആരൊക്കെയാണുള്ളത് ഒന്ന് പറയാമോ? കുറച്ച് വൈദികരാണ് ഈ ഡഫ് സർവീസിൽ പ്രധാനമായിട്ടും മുന്നോട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിലെ വിവിധ ഡഫ് സ്കൂളുകളിലൂടെ ഈ സർവീസ് ആയിട്ട് വന്നത് ഫാദർ ദേവസി ആണ്. അപ്പൊ അദ്ദേഹം ബ്രദർഹുഡിലായിരുന്നു ആദ്യം, പിന്നീട് പിന്നെ ഫാദറിലേക്ക് മാറി. പക്ഷെ വിവിധ സ്കൂളുകളിൽ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ഡഫ് സ്കൂളുകളിലും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഹോളി ക്രോസ് സഭയിലെ ഫാദർ ബിജു ആണ് സർവീസുകൾ മുൻപോട്ട് കൊണ്ടത്. അതിനുശേഷമാണ് 2016 ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ കേരളത്തിൽ വന്ന് ഈ ഡഫ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2017 സെപ്റ്റംബർ 17 നമ്മൾ ആദം മിനിസ്റ്ററി എന്ന ഡഫിനെ അക്കമ്പനി ചെയ്യുക, അവരുടെ ലൈഫിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആദം മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. സ്നേഹ ബഹുമാനപ്പെട്ട ജോർജ് ഞരക്കാട്ട് പിതാവാണ് മദർഭൂമിൽ വെച്ച് ഈ ഡഫ് മിനിസ്ട്രിയായ ആദം മിനിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. ഈ മിനിസ്ട്രിക്ക് ആദം മിനിസ്ട്രി എന്ന് പേരിടാൻ എന്താണ് കാരണം? ആദം മിനിസ്ട്രി എന്ന പേര് ഇട്ടത് ഞാൻ നൽകിയ പേരാണ്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താണ് പറയുക, വിവിധ കഴിവുകളാല് സ്പിരിച്വൽ ഗിഫ്റ്റ്സും പ്ലസ് നമ്മുടെ വേൾഡിലായിട്ടുള്ള ഡിഫറെന്റ് ക്വാളിറ്റീസ് ഒരു പൂർണ്ണതയിൽ നിറച്ച് ദൈവം നമുക്ക് നൽകിയ ഒരു വൈദികനാണ് എല്ലാവർക്കും അറിയാവുന്ന മനോജ് ഒറ്റപ്ലാക്കൽ അച്ഛൻ. അപ്പോൾ ഒരു മീറ്റിങ്ങിന്റെ സമയത്ത് ഞാനും അച്ഛനും എൻ്റെ ഒപ്പമുണ്ട്. 2017 ഒരു മീറ്റിങ്ങിന്റെ സമയത്ത് ക്ലാസ് നടക്കുന്നത്. അപ്പൊ അച്ഛനുണ്ട് കൂടെ, അതോടൊപ്പം തന്നെ സബാൻ അച്ഛൻ, ദീപിക ന്യൂസ് പേപ്പറിന്റെ ചാർജ്, ഇവർ രണ്ടുപേരുടെ കൂടെയുണ്ട്. അപ്പൊ അവരാണ് എന്നോട് പറയുന്നത്, ഇങ്ങനെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഫോമിൽ പോകുവാനായിട്ട് നമുക്ക് വേണം, ഒരു പ്രസ്ഥാനമായിട്ട് ഒരു ഫോം ആയതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ പേര് ചൂസ് ചെയ്തത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിന് പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ആദം ആദ്യ മനുഷ്യന്റെ പേരാണ്. അപ്പോൾ നിലവിൽ ആ സമയത്ത് ഒരു പ്രസ്ഥാനം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫോമിലേക്ക് വേറെ പ്രോഗ്രാമുകളില്ലായിരുന്നു, സർവീസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ആ ഒരു ആദം എന്നുള്ള പേര് നമുക്ക് ചൂസ് ചെയ്യുകയും അതിന്റെ അർത്ഥം, അതിന്റെ ഫുൾ ഫോമുകൾ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ അതിന് നമുക്കൊരു ലോക ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തതും ഫാദർ മനോജാണ്. ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അച്ഛൻ മനോജ് അച്ഛനെ കുറിച്ച് ഓർമ്മിച്ചു. തീർച്ചയായിട്ടും ആ വേറിട്ട
ഒരു വ്യക്തിത്വത്തിൻ്റെ ജീവിതമായിരുന്ന മനോജ് അച്ഛൻ്റെ ആ ഓർമ്മയുടെ മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. അച്ഛൻ്റെ മിനിസ്ട്രിയിൽ എന്നെ കൂടുതൽ സ്പർശിച്ച, ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ പാമ്പ്ളാനി പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ആ പ്രോഗ്രാം തികച്ചും ഈ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി അച്ഛനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഭയങ്കരം കാരണം ഈശോ ആഗ്രഹിച്ചതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഈശോ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ഒരനുഭവം പകർന്നിരുന്നു. അപ്പോൾ അച്ഛാ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോൾ ഏതൊക്കെ തലങ്ങളിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്? സാറേ, നമ്മൾ ആദം മിനിസ്ട്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഹോളി മാസ്, നമ്മൾ സൈൻ ലാംഗ്വേജിൽ ഹോളി മാസ്, അതോടൊപ്പം തന്നെ മദർ ഹോമിൽ നമ്മൾ റിട്രീറ്റ് 2017 മുതൽ നമ്മൾ റിട്രീറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഡഫിനോടൊക്കെ ഒരു വർഷത്തിൽ 3 തവണ നമ്മൾ റിട്രീറ്റുകൾ മദർ ഹോമിൽ നമ്മൾ ഒരുക്കിയിരുന്നു. അപ്പോൾ ഒന്ന് നമ്മളൊരു ആനുവൽ റിട്രീറ്റ് ആയിട്ട് നമ്മൾ വലിയ നോമ്പിന്റെ സമയത്ത്, 2 ക്രിസ്മസ് ടൈമിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിലുണ്ട്. പിന്നെ അതായത് ഒക്ടോബർ മാസത്തിൽ ജപമാല പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ വണക്കത്തിന്റെ ഭാവമായി 3 ടൈമിൽ നമ്മൾ വർഷത്തിൽ മദർ ഹോമിൽ ഒരുമിച്ച് നമ്മൾ റിട്രീറ്റ് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ അതിനോടൊപ്പം തന്നെ റിട്രീറ്റുകൾ കൂടാതെ വിവിധ ഡബ് സ്കൂളുകൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിട്ടി ചാവറ ഡബ് സ്കൂളുണ്ട്, അപ്പം കാരക്കുണ്ട് ഡോൺ ബോസ്കോ ഡബ് സ്കൂളുണ്ട്, അതോടൊപ്പം തന്നെ ചായോത്ത് ജ്യോതി നിവാസ് ഡബ് സ്കൂളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാർത്തോമ ഫാദേഴ്സ് റൺ ചെയ്യുന്ന പെരിയയിലുള്ള മാർത്തോമ ഡബ് സ്കൂൾ ആൻഡ് കോളേജ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ മന്ത്ലി, അതുപോലെ തന്നെ ഒരു 6 മാസത്തിൽ ഒരിക്കൽ അത് പോയി നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ നമ്മൾ നൽകുന്നു, കൗൺസിലിംഗ് നമ്മൾ നൽകുന്നു, നമ്മൾ മോറൽ ടീച്ചിങ്സ് നമ്മൾ നൽകുന്നു. അത് ബേസിക് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അത് കൂടാതെ തന്നെ നമ്മൾ കേരളത്തിലെ വിവിധ സ്കൂളുകളും കോളേജുകളും നമ്മൾ പോവുകയും അവർക്ക് കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സുകളും അതുപോലെ കൗൺസിലിംഗും നമ്മൾ നൽകുന്നു. അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ത്യയിലെ വിവിധ ഡബ് സ്കൂൾ ആൻഡ് കോളേജ്. അപ്പൊ അത് നമ്മുടെ അച്ഛന്മാര് സിസ്റ്റേഴ്സും ഒക്കെ മാനേജ് ചെയ്യുന്ന സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ 1 വീക്ക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ തന്നെ നമ്മളിപ്പോൾ അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ പ്ലസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അവിടെ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഒരു ഡേ ഫുൾ അവരുടെ മുൻപത്തെ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ഫാമിലി ലൈഫിലൂടെ കടന്നു പോകുന്നവർക്ക് അവരെ സഹായിക്കാനായിട്ട് കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഷെയറിങ് സെഷൻസും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ട്. സ്കൂള്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജുകൾ കൂടാതെ തന്നെ ഫാമിലി ആയിട്ടുള്ള ആളുകൾക്ക് വിവിധ ഡയസിന്റെ കീഴിൽ അല്ലെങ്കിൽ ഡഫ് അസോസിയേഷൻ, അപ്പാക്കി പോലെ ഡിഫറെന്റ് ഗ്രൂപ്പുകൾ, വിവിധ ഡിസ്ട്രിക്റ്റ് ബേസ് ആയിട്ട് നമ്മൾ ഫാമിലി അവയർനെസ് പ്രോഗ്രാമുകൾ നമ്മൾ കൊടുക്കുന്ന ഷെയറിംഗ് സെഷൻസ്, കൗൺസിലിംഗുകൾ നമ്മൾ നൽകുന്നുണ്ട്. കൂടാതെ ഡഫ് യൂത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹിയറിംഗ് പീപ്പിളിന് ഈക്വൽ ആയിട്ട് തന്നെ KCBCയുടെ അവരുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ എറണാകുളം വിവിധ സ്ഥലങ്ങളിൽ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. ഒപ്പം ഡഫായിട്ടുള്ള യുവാക്കന്മാരുടെ ആളുകൾക്ക് നമ്മൾ കല്യാണത്തിന് ആളുകളെ കണ്ടെത്തുവാൻ സഹായിക്കുന്ന മാരേജ് ആയിട്ടുള്ള അതിനുള്ള ഒരു ഫോം നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള ഹെൽപ്പും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ള അച്ഛാ, വചനത്തിൽ പറയുന്നത് പോലെ നീ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോഴേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ആ വചനം അച്ഛനിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. വൈദികനാകുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ ചിന്ത കുറച്ചു കാലത്തേന് മാറ്റിവെച്ചപ്പോൾ ദൈവം തന്നെ വീണ്ടും
ഭിന്നശേഷിക്കാർക്ക് വേണ്ടി, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള പ്രേരണ അച്ഛൻ നൽകിയപ്പോൾ ഇത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി, ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം അച്ഛനിലൂടെ നിറവേറുകയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ മിനിസ്ട്രിയിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? സ്നേഹമുള്ളവരെ, 2016 മുതൽ ഈ ഡഫ് മിനിസ്ട്രിയിലേക്ക് പൂർണ്ണമായും നമ്മൾ ഇൻവോൾവായി മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഡഫ് സർവീസിൽ ഞാൻ വന്നതിന് ശേഷം എൻ്റെ അനുഭവം അല്ലെങ്കിൽ എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ സന്തോഷമാണ്, മറിച്ച് അത് വലിയൊരു സന്തോഷമായിട്ട് മാറിയത് നമ്മുടെ കൂടെയുള്ള വിശ്വാസ സമൂഹത്തിലെ ബദിര സഹോദരങ്ങൾ, അവർ നമ്മുടെയൊക്കെ അപ്പച്ചൻ്റെ അമ്മയുടെ ഒക്കെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഒക്കെ പ്രായത്തിലുള്ള ആളുകളുണ്ട്. 70ഉം 75ഉം വയസ്സുള്ള വ്യക്തികൾ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തിന്റെ തിരുമുമ്പിൽ തങ്ങളുടെ ലാംഗ്വേജിൽ തങ്ങളുടെ മനസ്സിനെ തുറന്ന് തങ്ങളുടെ വിഷമങ്ങൾ, അവരുടെ ലൈഫിലെ കുറ്റങ്ങൾ, പാപങ്ങൾ ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുമ്പസാരത്തിന്റെ നിമിഷം, അത് സാധാരണ നോർമൽ ആയിട്ടുള്ള കുമ്പസാരക്കുള്ളിങ്ങനെ നമ്മൾ ഫേസ് ടു ഫേസ് ഇരുന്നിട്ടാണ് നമ്മൾ ആംഗ്യ ഭാഷയിലാണ് കുമ്പസാരം നമ്മൾ നടത്തുന്നത്. അപ്പൊ ആ സമയത്ത് തൻ്റെ ഉള്ള മനസ്സ് ജീവിത ലൈഫിൽ ഫുള്ള് ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അവരുടെ പൊഴിയുന്ന ആ നിമിഷങ്ങൾ നമ്മൾ അവർക്ക് അവിടെ ആംഗ്യ ഭാഷയിൽ തന്നെ നമ്മൾ ഉപദേശങ്ങൾ നമ്മൾ നൽകുന്നു. മറ്റ് ഞങ്ങൾ അതിനു മുമ്പ് എന്താണ് ചെയ്യുക, അച്ഛന്മാർ ആശീർവാദം കൊടുക്കും, ലിസ്റ്റിൽ പേപ്പർ എഴുതി കൊണ്ടുവരുന്നു, വായിക്കും, ആശീർവാദം കൊടുക്കും. ഇവർക്ക് പ്രാശ്ചിത്വം നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ അച്ഛന്മാർ തന്നെ അത് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോടെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്ന് മാറി സ്വന്തം ഭാഷയിൽ തൻ്റെ ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥ, തൻ്റെ എല്ലാ പ്രശ്നങ്ങളും പാപങ്ങളും കുറവുകളും കുമ്പസാരത്തിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന അവസ്ഥ, ഫുള്ള് റിലീസ്ഡ് ആയിട്ട് സന്തോഷത്തോടു കൂടി ലൈഫിൽ തന്നെ ചേഞ്ച് വരുന്ന ആ ഒരു അവസ്ഥ, അത് അവരുടെ ഫാമിലി അതിനുശേഷം ആദ്യത്തെ റിട്രീറ്റ് പ്രകാരമുള്ള നമ്മൾ നടത്തിയതിനു ശേഷമുള്ള അവരുടെ ഫാമിലിയിൽ വന്ന ചേഞ്ച്, ഈ വ്യക്തികളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം, അവ ഒക്കെ കണ്ട് അവരുടെ ഫാമിലികൾ തരുന്ന ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് നമ്മൾ കാണുമ്പോൾ അവർ കേൾക്കുമ്പോൾ ഒക്കെ നമുക്കുണ്ടാവുന്ന വലിയ സന്തോഷം. ആ സന്തോഷം അവരുടെ ഫാമിലി, അവരുടെ ഡഫായിട്ടുള്ള പേഴ്സണൽ ലൈഫ് പ്ലസ് അവരുടെ ഫാമിലി ലൈഫിലേക്ക് വന്ന ദൈവത്തിന്റെ ആ ഒരു വലിയ ഇടപെടൽ, അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഇതുവരെ അവഗണിക്കപ്പെട്ട് നമ്മൾ പറയാം, കാരണം അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസ് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പോസിബിലിറ്റി വന്നപ്പോൾ ഡഫായിട്ടുള്ള വിശ്വാസ സമൂഹം പ്ലസ് മറ്റു ആളുകളുണ്ട്. നമ്മളൊരു റിജിഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ല, എല്ലാ മതവിശ്വാസ ആളുകളുണ്ട്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് ചേർത്ത് ഇപ്രകാരം പോകാൻ സാധിക്കുമ്പോൾ അവർക്കുണ്ടായ വലിയ സന്തോഷം പറഞ്ഞാൽ അത് നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഭയങ്കര വലിയൊരു ഒരു സ്നേഹമാണ്, ഒരു അനുഭവമായിരുന്നു. സ്നേഹമുള്ള അച്ഛനിപ്പോ സംസാരിച്ചപ്പോൾ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ അച്ഛൻ പങ്കുവെച്ചത്, വളരെ വർഷങ്ങളായി കുമ്പസാരിക്കുവാൻ കഴിയാതിരുന്ന വ്യക്തികൾ കുമ്പസാരിച്ച് അതിനുശേഷം അവരുടെയും അവരുടെ കുടുംബത്തിലും വന്ന മാറ്റങ്ങൾ അത് അച്ഛൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഈ വിശുദ്ധ കുമ്പസാരത്തെ കുറിച്ചൊക്കെ ഏതെങ്കിലുമൊക്കെ ചാനലുകൾ ഇരുന്ന് മോശമായിട്ട് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പായേണ്ടവരാണോ നമ്മൾ? അനുഭവമില്ലാത്ത ഒന്നിനെ കുറിച്ചും പറയാതിരിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായും അച്ഛൻ ചെയ്ത ഈ ശുശ്രൂഷകളിൽ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷം അച്ഛൻ പറഞ്ഞതുപോലെ ഇതുതന്നെയാണ്. ഈശോയുടെ ആ സ്നേഹം, സഭയിലെ ഉദാസകൾ അതൊക്കെ പരികരണം ചെയ്യുന്നത് നേരിട്ട് അനുഭവിക്കുവാൻ അവർക്ക് സാധ്യമാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപകരണമായി അച്ഛൻ മാറിയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിക്കുകയാണ്,
അച്ഛൻ്റെ ഈ ശുശ്രൂഷകൾ ഇന്ന് ഏതെല്ലാം മേഖലകളിൽ വ്യാപിച്ചിരിക്കുന്നു? സാമൂഹ്യമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ? ആത്മീയമായ ശുശ്രൂഷയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. അതോടൊപ്പം തന്നെ ഡഫ് സമൂഹം മുഴുവൻ പേരും നമ്മൾ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ കാത്തലിക് ഓ ഹിന്ദു ഓ മുസ്ലിം അങ്ങനെയല്ല, ഡിഫറൻസ് ഇല്ലാതെ എല്ലാ ഡഫ് ആളുകൾക്കും വേണ്ടി നമ്മുടെ സർവീസുകൾ നമ്മൾ നൽകുന്നുണ്ട്. അവരെ നമ്മൾ ജസ്റ്റ് ഫോം അടിച്ചാൽ മതി. നമ്മൾ അവർക്ക് ഇന്റർപ്രിട്ടേഷനാണ് ഞാൻ നൽകേണ്ട ഹെൽപ്പ്. ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ, ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള സെയിം റോളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അവർക്ക് ഡഫായിട്ട് ഒരാളുടെ കാര്യങ്ങൾ കോടതിയിൽ വന്നു, കോടതിയിൽ നമ്മൾ ഇന്റർപ്രറ്റായിട്ട് നമ്മൾ ചെന്ന് അവർ നമുക്ക് മെസ്സേജ് അയക്കും. കോർട്ടിൽ നിന്നും ഓർഡർ വരും. സമൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. നമ്മൾ അവിടെ പോയി ഇന്റർപ്രറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, അവർക്ക് നമ്മുടെ ഈ ആളുകളുടെ അവരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അതിന്റെ ആൻസർ മേടിക്കണം. അപ്പോൾ നമ്മൾ ഹെൽപ്പാനായിട്ട് ഇന്റർപ്രറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരു ഡഫായിട്ടുള്ള ആൾ രോഗം വന്ന അവസ്ഥ, പക്ഷേ ഡോക്ടറെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, കാരണം ഡോക്ടറുടെ ക്വസ്റ്റ്യൻസിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ അവർക്ക് ഇന്റർപ്രറ്റ് നിന്നുകൊണ്ട് നമ്മൾ എല്ലാ കാര്യവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഡോക്ടർ പറയുന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യും. അപ്പൊ എല്ലാവർക്കും വാട്സപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ വിളിച്ച് വാട്സപ്പ് വീഡിയോ കോൾ നമ്മൾ നടത്തിക്കൊണ്ട് ഇരുന്നുകൊണ്ട് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. പക്ഷെ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ കോർട്ടിൽ നമ്മൾ സ്റ്റേറ്റ് നമ്പർ തന്നെ നമ്മൾ പ്രസന്റ് ആവും. അല്ലാതെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് വിവിധ പ്രോഗ്രാമുകൾക്ക് അവർ നേരത്തെ തന്നെ ഡഫായിട്ടുള്ള ക്ലയന്റ് ബുക്ക് ചെയ്യും. അപ്പൊ നമ്മൾ നേരത്തെ അവർക്ക് വാട്സപ്പിൽ നമ്മൾ വീഡിയോ കോൾ വഴി ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് നമ്മൾ അവർക്ക് സഹായങ്ങൾ നൽകും. അപ്പൊ അതുകൂടാതെ അത് ഡഫായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന സർവീസാണ്. ഇപ്പൊ ഇവരുടെ ഫാമിലിയിൽ പ്രോബ്ലങ്ങൾ വരുന്നു, നമ്മൾ അവരുടെ ഫാമിലി വിസിറ്റ് ചെയ്യും. അപ്പൊ അതിനുശേഷം നമ്മൾ അവരുടെ ആളുകളുമായിട്ട് സംസാരിക്കും. ഇപ്പൊ ഞങ്ങളുടെ ആളുകളുടെ എൻ്റെ ആളുകൾക്ക് ഡഫായിട്ടുള്ള ആളുകളോട് എല്ലാവരും തുല്യമായിട്ടൊന്നും അല്ല ബിഹേവ് ചെയ്യുന്നത്. പല സമയങ്ങളിൽ അവരെ താത്തിയിടുന്ന അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന രീതികളുണ്ട്. അത് നമുക്ക് വിഷമമുള്ള കാര്യമാണ്. ദൈവം നമ്മളോട് പറയുന്നത് എല്ലാവരെയും തുല്യരായിട്ട് നമ്മൾ പരിഗണിക്കണമെന്നാണ്. പക്ഷെ ആ ഒരു തുല്യത സ്നേഹത്തിലേക്കൊക്കെ നമ്മൾ ഒത്തിരി ഉയരേണ്ടതുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസേബിൾ ആയിട്ടുള്ള ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവരെ എല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്യാനും ഈക്വൽ ആയിട്ട് നമുക്ക് കാണുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്ന സർവീസ് പ്രകാരമുള്ള ഇന്റർപ്രിട്ടേഷൻ സർവീസാണ് ഡഫ് ഗ്രൂപ്പിന് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ 2021 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് അതെന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പാരിഷിൽ കാലിച്ചാടുക്കം പാരിഷിൽ നൽകിയ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ വന്നപ്പോൾ അവിടെ വെച്ച് ഞാൻ ഫെബിൻ എന്ന ഒരു യുവാവിനെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം 1ാമത്തെ വയസ്സും ജന്മനാ മുതൽ നമ്മൾ പാരഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് 33 വയസ്സായി ഫെബിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഫെബിൻ എന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ്. ഫെബിന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ ഞാനുമായിരുന്നു. കാരണം ഞങ്ങള് വർഷത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്യും. കാരണം അത് ഫെബിനെ കാണണം. ഫെബിന്റെ വീട് അല്പം ഒരു ഇറക്കത്തിലുള്ള ഒറ്റപ്പെട്ട ഒരു ഭവനമാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഫെബിനുണ്ട്. അപ്പൊ നമ്മളെ കണ്ടുമുട്ടുമ്പോൾ ആ ഫെബിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ബോഡിയൊക്കെ നന്ദി പോലെ സ്റ്റിഫാണ്. അപ്പൊ എങ്കിൽ പോലും വളരെ സന്തോഷമുള്ള ഫെബിൻ അതിന്റെ കാണുമ്പോൾ അത് കണ്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഡഫ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ആദം മിനിസ്ട്രിയുടെ സർവീസ് ലിമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്ന ചിന്ത ആ സമയത്താണ് എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ ഞാൻ വെറുതെ നമുക്കിപ്പോൾ തലശ്ശേരി ഡയസിന്റെ പിതാവ് പാമ്പാനി ബിഷപ്പാണ്, ജോസഫ് പിതാവാണ്. ആ പിതാവിനോട് ഞാൻ ഈ ഒരു ഡഫ് സർവീസ് എലോണിൽ നിന്നും മാറിക്കൊണ്ട് ഡിഫറെന്റ്ലി ഏബിൾഡ് സർവീസ് എന്ന ഒരു ചിന്ത എനിക്ക് ഈ അങ്ങനെയുള്ള ആളുകളെ കൂടെ സഹായിക്കാനായിട്ട് എന്റെ മനസ്സിൽ ഒരു ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആളുകളെ മീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പിതാവുമായിട്ട് ഷെയർ ചെയ്തു. പിതാവിന് ഞാൻ പറഞ്ഞു, പിതാവ് ആദം മിനിസ്റ്റർ സർവീസ് എന്നുള്ളതിലെ പേര് നമുക്ക് മാറ്റിയിട്ട് ഡിഫറെന്റ്ലി ഏബിൾഡ് സർവീസിലേക്ക് വന്നാലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിതാവിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. പിതാവ് നമ്മൾക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ദൈവത്തിന്റെ കൃപ സ്വീകരിച്ചയാണ്. അത്രമാത്രം ബ്രില്യന്റ് ആണ്, അത്രമാത്രം ആശയങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അല്പനേരം ചിന്തിച്ചു പറഞ്ഞു, അച്ഛൻ എന്തിനാണ് പേര് മാറ്റുന്നത്? ആദം മിനിസ്ട്രി അക്കമ്പനി
ഡഫ് ആൻഡ് അവേക്കിംഗ് മിഷനാണ്. അപ്പോ ഇത് അക്കമ്പനിങ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആൻഡ് അവേക്കിംഗ് മിഷൻ എന്നാക്കിയാൽ പോലെ, പേര് മാറ്റുന്നില്ല, ADAM ഒരു ഹൈഫിലൂടെ ഇട്ടാൽ പോലെ. അപ്പൊ അതാണ് പിതാവിനെ കുറിച്ച് ഷോർട്ടായിട്ട് നിങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ദൈവകൃപയിൽ നിന്നുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകൾക്ക് സപ്പോർട്ടും എല്ലാം നൽകും. നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവം അത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാമ്പ്ലാനി പിതാവ്. അപ്പോൾ അന്ന് പിതാവ് പൂർണ്ണമായിട്ടും ഈ മിഷൻ നമ്മൾ ആദ്യം മിനിസ്ട്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെ ഞങ്ങൾ 3 വൈദികര് പിതാവിന്റെ അടുത്താണ് ആദ്യം ഈ ആശയം നമ്മൾ സംസാരിക്കുന്നത്. അച്ഛാ, ഒത്തിരി സന്തോഷമുണ്ട്. ഇനി അച്ഛൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അഥവാ അച്ഛന്റെ സ്വപ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ അത്യാവശ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. നമ്മുടെ മിനിസ്ട്രി ആദം മിനിസ്ട്രിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ലെവലിൽ നിന്ന് പോയി ആംഗ്യ ഭാഷയിൽ എല്ലാ കാര്യങ്ങളും ഡഫ് ആളുകൾക്ക് ഹിയറിംഗിന് ഈക്വൽ ആയിട്ട് നമ്മൾ നൽകി വരുന്നു. കൂടുതൽ ആളുകൾ ഇതിലേക്ക് പങ്കുചേരുന്നു. അച്ഛന്മാരും സിസ്റ്റേഴ്സും നല്ല ടീം വർക്ക് ഞങ്ങൾക്ക് ഉണ്ട്. CDAI കാത്തലിക് ഡഫ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്കൊരു ഡഫ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലീഡറിന്റെ പേര് ഇതാണ്, സ്റ്റാലിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ബ്രദർ ജോസഫ്, അദ്ദേഹം മെയ് 2-ാം തീയതി തൃശ്ശൂർ വെച്ച് നമ്മൾ പിതാവിൽ നിന്നും അഭിഷിക്തനായി ഇന്ത്യയിലെ ആദ്യ ഡഫ് പ്രീസ്റ്റായിട്ട് വരികയാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ TV ന്യൂസിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ജോസഫിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. പ്രിയേശനെ പരിചയപ്പെടുവാനും വാക്കുകൾ കേൾക്കുവാനും നമുക്ക് അനുഗ്രഹം തന്ന ദൈവത്തിന് തന്നെ നമുക്ക് നന്ദി പറയാം. തീർച്ചയായിട്ടും ഇതിവിടെ തീരുകയല്ല. വീണ്ടും അച്ഛൻ്റെ പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ഒത്തിരി സ്നേഹത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ അച്ഛൻ ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് ചെയ്തു തരണം. അച്ഛൻ്റെ ഒരു ആശീർവാദം അത് ഞങ്ങൾക്ക് വേണം. ഗുഡ്നസ് TVയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രതിഫലം പ്രതീക്ഷിക്കാതെയാണ് ഗുഡ്നസ് TV നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമുക്ക് സർവീസ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏറെ അനുഗ്രഹപ്പെടട്ടെ എന്ന്, തടസ്സങ്ങൾ മാറി ദൈവം എപ്പോഴും ഇവരെ ശക്തരാക്കി സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് ആദം മിനിസ്ട്രിയിലെ എല്ലാ മെമ്പേഴ്സിന്റെയും പ്രാർത്ഥനയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.